മഹാനായ അലി ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ലത്തായിഫുൽ മാരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. 4 മാസങ്ങൾ 4 മാസങ്ങൾ അല്ലാഹു തആല പവിത്രത നൽകിയ മാസം. ആ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ വലിയ ശിക്ഷകൾ അതിന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ 4 മാസങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിന്റെ അരികിൽ 4 എണ്ണം. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രതയുള്ള മാസങ്ങളാണ്. അതിലൊന്ന് മുഹറമാണ്, മറ്റൊന്ന് ദുൽഖഅദ് മാസമാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് റജബ് മാസമാണ്, മറ്റൊന്ന് ദുൽഹിജ്ജ മാസമാണ്. 3 എണ്ണം തുടരെ വരുന്നതാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഒന്ന് റജബ് മാസമാണ്. ഈ 4 മാസങ്ങൾ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ച മാസങ്ങളാണ്. ഈ 4 മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കും, കൂടുതൽ കൂലി അല്ലാഹു തആല. എല്ലാ മാസവും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല, എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. നമ്മുടെ സാധാരണ സ്ഥലങ്ങളെ പോലെയല്ല പള്ളികൾ പവിത്രതയും, സാധാരണ പള്ളിയെ പോലെയല്ല മസ്ജിദുൽ ഹറാമും നബവിയും ബൈത്തുൽ മുഖദ്ദസും പവിത്രത ഏറെയുണ്ട്. സാധാരണ വ്യക്തികളെ പോലെ അല്ല ഇവിടെയുള്ള ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും, അവർക്ക് ബഹുമാനം സാധാരണ മാസങ്ങളെ പോലെയല്ല. പവിത്രമായി പറയപ്പെട്ട 4 മാസങ്ങൾ ദിവസങ്ങളെക്കാൾ പവിത്രത വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ അല്ലാഹു തആല എല്ലാം ഒരുപോലെയല്ല മഹത്വം കൊടുത്തിട്ടുണ്ട്. വസ്തുവിന്, സ്ഥലത്തിന്, ചില മാസങ്ങൾക്ക് ചിലതിനേക്കാൾ പവിത്രത കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പവിത്രത കൊടുത്ത ഏറ്റവും മഹത്വമേറിയ 4 മാസങ്ങളാണ് മുഹറം മാസവും ദുൽഖഅദും ദുൽഹിജ്ജയും റജബ് മാസം. ഈ 4 മാസങ്ങളിൽ ഖൈറുകൾ ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഖൈറുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗൗരവമേറിയ വിഷയമുണ്ട്. ഈ മാസങ്ങളിൽ തിന്മ ചെയ്യുമ്പോൾ സാധാരണ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷയും അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. തെറ്റ് എന്ന് പറയുമ്പോൾ ഗൗരവമേറിയ വ്യഭിചാരമെന്നല്ല, അത് മാത്രമാണ് തെറ്റെന്ന് നമ്മൾ ചിന്തിക്കരുത്. അന്യപുരുഷന്മാരോട്, അന്യ സ്ത്രീകളോടുള്ള ചാറ്റിംഗ് പോലും ഹറാമായ നിലക്കുള്ളത് എല്ലാം ഹറാമ് തന്നെയാണ്. അന്യ സ്ത്രീകളെ നോക്കല്, അവരോട് വേണ്ടാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ തുടങ്ങി ഏതെല്ലാം രൂപത്തിലുണ്ടോ അതൊക്കെ ഹറാമിന്റെ പരിധിയിലാണ്. മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിന് ശിക്ഷയുണ്ട്, അതിലേറെ ഗൗരവം ഈ പരിശുദ്ധമായ 4 മാസങ്ങളിലുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറന്നുപോകരുത്. അള്ളാഹു ഇത്തരം മാസങ്ങൾ നമുക്ക് നൽകിയത് അവനിലേക്ക് അടുക്കാനും നമ്മൾ നന്നാവാനും വേണ്ടിയാണ്. ഈ മാസത്തിന്റെ പവിത്രതകൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.